ഓഫ് എന്തൊരു തലവേദനയാ. ഇന്നലെ രാത്രി കുത്തിയിരുന്ന് നെറ്റ്ഫ്ലിക്സ് കാണണ്ടായിരുന്നു. അതൊന്നും പോരാഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് ബാഡ്മിൻ്റണും കളിക്കാൻ പോയി. വേണ്ടായിരുന്നു. ഇപ്പം തലവേദനയായി, മേലുവേദനയായി. നീ ഇപ്പം എന്ത് ചെയ്യും? ഒരു പെയിൻ കില്ലർ എടുക്ക നീ. ശരിയാ, ഈ പെയിൻ കില്ലർ കഴിക്കാം. ഇപ്പൊ ഒരു സുഖമുണ്ട്. അപ്പം ഈ ഒരു ചെറിയൊരു ടാബ്ലറ്റ് നമ്മുടെ ലൈഫിൽ വീഡിയോ ഗെയിം ഹെൽത്ത് പാക്ക് പോലെയാണ്. അപ്പം നമ്മളിത് എടുക്കുമ്പം നമ്മുടെ ഹെൽത്ത് ബാർ 30% നിന്ന് 100% എത്തും. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ആശ്ചര്യപ്പെട്ടിട്ടുണ്ടോ ഈ പെയിൻ കില്ലേഴ്സ് എങ്ങനെയാണ് ഇത്രയും എഫക്റ്റീവ് ആണെന്നുള്ളത്? അപ്പം ഇതിനുള്ളൊരു ആൻസർ IBB, അതായത് ഐസോബ്യൂട്ടൈൽ ബെൻസീൻ. അതെ, ഇതാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇപ്പം ഓട്ടോ കമ്പനിയിൽ ഇപ്പം എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോ ആൻസിലറി കമ്പനികളിലും അതിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ എക്സാക്ട്ലി അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടും എത്രയോ കമ്പനികൾ പെയിൻ കില്ലേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്കായാലും ഈ ഒരു മാർക്കറ്റിന് വളർച്ച മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റ് വളരുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലെ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനികളും തീർച്ചയായിട്ടും വളരും. അതായത് ആൻസിലറി ബിസിനസ്സും വളരും. ശരിയല്ലേ? അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ വലിയൊരു മാർക്കറ്റ് ഷെയർ ഓൾറെഡി നേടിയെടുത്തൊരു കമ്പനി ഇന്ത്യയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പം ഇന്നത്തെ നമ്മുടെ മോണോപ്പൊളി സ്റ്റോക്ക് സീരീസിൽ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ 65% മാർക്കറ്റ് ഷെയർ, അതായത് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്ന IBB കോമ്പൗണ്ടിൽ 65% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. 65%, അതും ഗ്ലോബൽ മാർക്കറ്റിൽ. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പേരാണ് വിനാറ്റി ഓർഗാനിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കമ്പനിയുടെ ബിസിനസിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു കമ്പനി ഗ്ലോബലി ഇത്രയും വലിയൊരു മാർക്കറ്റ് ഷെയർ നേടിയെടുത്തത് എന്നതൊക്കെ നമ്മളിന്ന് കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലെ വലിയ പ്ലേയേഴ്സ് ആരൊക്കെയാണ്, ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവേണ്ട റെഡ് ഫ്ലാഗ്സ് ഏതൊക്കെയാണ്. അപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ്ലി നമ്മൾ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽസ് മെട്രിക്സ് അവരുടെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? ബട്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കൂടി നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഞാൻ നിങ്ങളെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകാം. വിനാറ്റി ഓർഗാനിക്സിന്റെ പ്രൊമോട്ടർ ശ്രീ വിനോദ് ഷറഫിന്റെ ലൈഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം അദ്ദേഹം 17ാം വയസ്സിൽ സ്റ്റേറ്റ് ടോപ്പറായിട്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. 19ാം വയസ്സിൽ ഇന്ത്യയിലെ പ്രീമിയം കോളേജിൽ ഒന്നായ ബിറ്റ്സ് പിലാനിൽ നിന്ന് ഗോൾഡ് മെഡലോടെ MBA കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം കുറച്ച് നാൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതിന് ശേഷം വിനോദ് ജി ബിർള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അവിടെ അദ്ദേഹം ലേറ്റ് ആദിത്യ ബിർളയുടെ കൂടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആദിത്യ ബിർള ഗ്രൂപ്പിൽ വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം MRPL മാനേജിംഗ് ഡയറക്ടറായി. അപ്പോൾ ഇതുകൂടാതെ അദ്ദേഹം ഗ്രാസിം ഇൻഡസ്ട്രീസ്, മോഡേൺ സിൻറ്റെക്സിസ്, അതുപോലെ ബിൽവാര ഗ്രൂപ്പിൽ നിന്നും എക്സ്പീരിയൻസ് നേടിയെടുത്തു. അപ്പോൾ ഇവിടുന്ന് അദ്ദേഹത്തിന് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരുപാട് എക്സ്പോഷർ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ കെമിക്കൽ സെക്ടറിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം കണ്ടു. അപ്പം ആ ഒരു സമയത്ത് ഇന്ത്യയിൽ IBB, അതായത് ഐസോബ്യൂട്ടൈൽ ബെൻസീൻ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഷറഫ് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി അവസാനിപ്പിക്കുമെന്ന്. അങ്ങനെ അദ്ദേഹം വിനാറ്റി ഓർഗാനിക്സ് 1990 തുടങ്ങി. അതായത് $2 മില്യൺ ഈ ഒരു സ്വപ്നം ഫണ്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ മൊത്തം സേവിങ്സ് മാത്രമല്ല എടുത്തത്, മറിച്ച് ബാങ്കിൽ നിന്ന് കടം എടുത്തു. അങ്ങനെ 1991 അദ്ദേഹം കമ്പനിയുടെ IPO ലോഞ്ച് ചെയ്തു. അത്യാവശ്യം റിസ്ക് ആണല്ലോ എടുത്തേക്കുന്നത്. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചു. ഒരു ന്യൂ ടെക്നോളജി ഉപയോഗിച്ചു, കുറച്ച് കടമൊക്കെ എടുത്തു. അതുപോലെ IPO വഴി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിനൊക്കെ പേ ഓഫ് ചെയ്യുക തന്നെയാണ് ചെയ്ത അവസാനം. അപ്പം അദ്ദേഹത്തിൻ്റെ അഡ്വാൻസ് ടെക്നോളജി, അതുപോലെ ടെക്നോളജിക്കൽ നോ ഹൗ വഴി ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കോസ്റ്റിനേക്കാളും കുറവ് ചിലവിൽ അദ്ദേഹത്തിന് IBB മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ അദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ മാനുഫാക്ചറായിട്ട് മാറി. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി. ഇപ്പോൾ 2006 അദ്ദേഹത്തിൻ്റെ മകൾ വിനാറ്റി, അപ്പോൾ ആ ഒരു പേരിലാണ് ഈ ഒരു കമ്പനി തുടങ്ങിയത്, മകളും ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്ത് മാർക്കറ്റിലെ മെയിൻ ഗ്ലോബൽ പ്ലെയേഴ്സൊക്കെ എക്സിറ്റ് ചെയ്തു. അപ്പോൾ അത് കാരണം വിനാറ്റി ഓർഗാനിക്സിൻ്റെ മാർക്കറ്റ് ഷെയർ 65% കയറി. അപ്പോൾ ഈ ഒരു സെയിം സമയത്ത് കമ്പനിക്ക് BASF നിന്ന് കോൺട്രാക്ട് ലഭിച്ചു. അപ്പോൾ BASF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐബുപ്രോഫൻ്റെ ഏറ്റവും വലിയ മാനുഫാക്ചറാണ്. അപ്പോൾ ഐബുപ്രോഫിൻ്റെ മാനുഫാക്ചറിൽ IBB ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡീല് കമ്പനിക്ക് വലിയൊരു ഡീല് തന്നെയായിരുന്നു. അപ്പം ഇൻട്രസ്റ്റിംഗ് അല്ലേ സ്റ്റോറി? എന്നാലും വരും വർഷങ്ങളിൽ വിനാറ്റി ഓർഗാനിക്സിൻ്റെ മാനേജ്മെൻറ്റ് മനസ്സിലായി അവർക്ക് IBB മാത്രം വെച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. അപ്പോൾ പെയിൻ കില്ലർ മാർക്കറ്റിൻ്റെ സ്ലോ ഗ്രോത്ത്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ്റെ ഭയം കാരണം അവർ രണ്ടാമതൊരു സെഗ്മെൻറ്റിലേക്കും കൂടി സെറ്റപ്പ് ചെയ്തു, ATBS.
അപ്പോൾ ATBS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? അക്രിലോമൈഡോ മീഥൈൽ പ്രൊപ്പൈൻ സൾഫോണിക് ആസിഡ്. അപ്പം എന്ത് വലിയ പേരാണല്ലേ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട, സിമ്പിളായിട്ട് ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ATBS മെയിൻലി പോളിമേഴ്സിൻ്റെ പ്രൊഡക്ഷനാണ് ഉപയോഗിക്കുന്നത്. അതായത് വാട്ടർ പ്യൂരിഫിക്കേഷൻ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ പോളിമർ പ്രൊഡക്ഷനിൽ. അപ്പോൾ ഈ ഒരു ATBS മാനുഫാക്ചർ ചെയ്യാനുള്ള ടെക്നോളജി കമ്പനി നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനെയിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിൽ വേറെ കുറച്ച് ചലഞ്ചുകളും എഴുതിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ATBS എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് കെമിക്കലാണ്. അതുപോലെ തന്നെ ക്ലയൻസൊക്കെ കെമിക്കലിൻ്റെ പ്യൂരിറ്റി മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് കാരണം തുടക്കത്തിൽ ഒരുപാട് വർഷം അവർക്ക് യൂറോപ്പിലെ വലിയ പ്ലേയേഴ്സിൻ്റെ അടുത്ത് നിന്ന് റിജക്ഷൻ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വിനാറ്റ് അവരുടെ വലിയ കോമ്പറ്റേറ്ററായ ലുബ്രിസോളിൻ്റെ റിട്ടയർഡ് കൺസൾട്ടൻറ്റിനെ ഹയർ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ കമ്പനി പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചു. അതുപോലെ തന്നെ ATBSൻ്റെ പ്യൂരിറ്റി. അപ്പം അതാണ് പറയുന്നത്, പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും തോൽവിയില്ല എന്നുള്ളത്. അങ്ങനെ വീണ്ടും കമ്പനി ഗ്ലോബലി ലോവസ്റ്റ് കോസ്റ്റ് മാനുഫാക്ചറായിട്ട് മാറി. അപ്പോൾ അവരുടെ അഡ്വാൻസ് ടെക്നോളജി അതുപോലെ ഈ ഒരു സെഗ്മെൻറ്റിൽ എഫിഷ്യൻസി കാരണം. അപ്പോൾ വീണ്ടും 2018 അവർ ഏറ്റവും വലിയ കോമ്പറ്റേറ്ററായ ലുബ്രിസോൾ മാർക്കറ്റിന് എക്സിറ്റ് ആവാൻ വേണ്ടി തീരുമാനമെടുത്തു. പിന്നെ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല, വിനാറ്റി ഗ്ലോബലി ഈ ഒരു സെഗ്മെൻറ്റിൽ വലിയൊരു മാർക്കറ്റ് ഷെയർ നേടിയെടുത്തു. ഇന്നിപ്പം ഗ്ലോബലി കമ്പനിക്ക് 65% മാർക്കറ്റ് ഷെയർ ഉണ്ട്. IBB അതുപോലെ ATBS കൂടാതെ കമ്പനി സ്ട്രാറ്റജിക്കലി പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി മാനുഫാക്ചർ ചെയ്ത അടുത്തൊരു പ്രൊഡക്റ്റാണ് ഐസോബ്യൂട്ട്ലൈൻ. ഇപ്പോൾ നോർമലി അറിയപ്പെടുന്ന IB എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 2 പ്രൊഡക്റ്റ് പോലെ തന്നെ കമ്പനി അവരുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് അതുപോലെ തന്നെ നോഹ പുറത്തു നിന്നാണ് വാങ്ങിയത്. പക്ഷേ എന്തുകൊണ്ടാണ് IB മാത്രം? അപ്പം ഇതിനുള്ള ആൻസർ ATBS വാല്യൂ ചെയിനിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആക്ച്വലി ATBS മാനുഫാക്ചർ ചെയ്യാൻ അക്രിലോനൈട്രൈൽ അതുപോലെ ഐസോബ്യൂട്ട്ലൈൻ ആവശ്യമുണ്ട്. അപ്പോൾ മുമ്പ് IB ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കാരണം ഇവർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ കൂടുതലായിരുന്നു. അപ്പോൾ ഇതുകൂടാതെ ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് ബയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാൽ IBൻ്റെ പ്രൊഡക്ഷനിൽ പ്രവേശിച്ചുകൊണ്ട് കമ്പനി അവർ ATBS നിർമ്മാണത്തിന് ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ സപ്പോർട്ട് ലഭിച്ചതോടെ ഉടനെ അവർക്ക് അവരുടെ ചെലവ് 10 മുതൽ 15% വരെയായിട്ട് വ്യത്യാസം ഉണ്ടായി. അപ്പം ഇത് മാത്രമല്ല, പക്ഷേ IB പ്രൊഡക്ഷനും കാരണമായിട്ട് കമ്പനിക്ക് വേറെയും ഡെറിവേറ്റീവ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പുതിയ അവസരങ്ങളും തുറന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, IB മാനുഫാക്ചർ ചെയ്യാൻ കമ്പനിക്ക് MTBE അല്ലെങ്കിൽ മീഥൈൽ ടെർട്ട് ബ്യൂട്ടൈൽ ഏത്തർ എന്നൊരു കോമ്പൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ MTBEയിൽ നിന്ന് IB മാനുഫാക്ചർ ചെയ്തുകൊണ്ട് അവർ നിർത്തിയില്ല. അവർ ഈ ഒരു സെയിം MTBEയിൽ നിന്ന് ഹൈ പ്യൂരിറ്റി MTBE ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് അത് വിൽക്കാൻ തുടങ്ങി. പിന്നെ ഈ ഒരു സെയിം സമയത്ത് തന്നെ ഇതിൽ നിന്ന് വരുന്ന ബാക്കി മെത്തനോൾ സെപ്പറേറ്റ്ലി വിൽക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവിടം കൊണ്ട് തീർന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IB പ്രൊഡക്ഷനിൽ നിന്ന് കമ്പനിക്ക് പുതിയ ഡെറിവേറ്റീവ്സിലുള്ള അവാർഡിൽ തുറന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി കോമ്പൗണ്ട്സിലായി PT-BT, PT-BBA പ്രൊഡക്ഷനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട്സ് പെർഫ്യൂംസ്, സൺസ്ക്രീമിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ കമ്പനി ഇപ്പം IBയിൽ നിന്ന് ബ്യൂട്ടിലേറ്റഡ് ഫിനോൾസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ കമ്പനി അവശേഷിക്കുന്ന ACN അതായത് അക്രിലോനൈട്രൈൽ അത് കമ്പനി ഉപയോഗിച്ച് DAM അതായത് ഡൈസിറ്റോൺ അക്രിലോമൈഡ് നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇതുകൂടാതെ ടേഴ്ഷറി ബ്യൂട്ടൈൽ ആൽക്കഹോളിൻ്റെ നിർമ്മാണത്തിലും കമ്പനി ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് വീണ്ടും പോളിമർ ആക്കിയിട്ട് അവർ മാറ്റുന്നു. അപ്പം ഇതിൻ്റെ അർത്ഥം ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ മൊത്തം വാല്യൂ ചെയിൻ കമ്പനി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ മാത്രമല്ല, ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷനും വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷനും മാത്രമല്ല, ചില കേസിൽ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷനും. അപ്പോൾ അത് കൊള്ളാമല്ലേ? അപ്പം ഇതിൻ്റെ റിസൾട്ട് ഇന്നിപ്പോൾ വിനാറ്റി IBB അതുപോലെ ATBSലെ ഗ്ലോബൽ ലീഡറാണ്. അതേസമയത്ത് ബ്യൂട്ടൈൽ ഫിനോൾസ് IB അതുപോലെ HPMTBയിലും ഡൊമസ്റ്റിക് ലീഡർഷിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ കമ്പനി നിലവിൽ NCLTയിലെ അപ്രൂവൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ അസോസിയേറ്റ് കമ്പനി VAPL ആയിട്ട് അമാൽഗേറ്റ്മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Q3 ഫൈനാൻഷ്യൽ 2023 VPL ആൻറ്റി ഓക്സിഡൻസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതുവരെ നിങ്ങളിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഗസ് ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാവുന്ന. അപ്പം നിങ്ങൾ വിചാരിച്ചത് ശരിയാണ്, ഇത് ബ്യൂട്ടൈൽ ഫിനോളിൻ്റെ ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ ആണ്. അതുപോലെ തന്നെ വരും സമയങ്ങളിൽ ഇതൊരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. പക്ഷേ അമാൽഗമേഷൻ പ്രോസസ്സിൽ അപ്രൂവൽ ഡിലേ വന്നപ്പോൾ VAPL അവർ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് ഫണ്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇത് കമ്പനിയുടെ ഓപ്പറേഷനിൽ നെഗറ്റീവ് ഇമ്പാക്റ്റിന് കാരണമാക്കിയിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ സ്പ്ലിറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോളറ്റ് ക്യാപിറ്റലിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവരുടെ റവന്യൂ മിക്സ് വരുന്നത് ഇങ്ങനെയാണ്: 40% റവന്യൂ ATBS നിന്നാണ് വരുന്നത്, 20% IBB നിന്നും, 20% ബ്യൂട്ടൈൽ ഫിനോൾസിൽ നിന്നും. അപ്പം അതുപോലെ തന്നെ ബാക്കി 20% പല പ്രൊഡക്ട്സിൽ നിന്നായിട്ട് വേണം വരുന്നത്. അപ്പോൾ കമ്പനി അവരുടെ പ്രൊഡക്ട്സ് 40-ലധികം രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 70% റവന്യൂ എക്സ്പോർട്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വിനാറ്റി ഓർഗാനിക്സിൻ്റെ മെയിൻ മാർക്കറ്റ്സ് USA, ഓസ്ട്രേലിയ, ചൈന, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി,
ജപ്പാൻ, സൗത്ത് കൊറിയ, തായ്ലൻഡ്, മെക്സിക്കോ എന്നൊക്കെയാണ്. അപ്പോൾ കുറേ വർഷം കൊണ്ട് വിനാറ്റി ഓർഗാനിക്സ് അവരുടെ ക്ലയൻസ് ആയിട്ട് ഒരു ലോങ് ടേം ഹെൽത്ത് റിലേഷൻഷിപ്പ് പണിതെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ക്ലയൻസിൽ വരുന്നതാണ് BASF കോർപ്പറേഷൻ, SNF, ഡൗ യൂറോപ്പ്, GmbH ഒക്കെ. IBB അതുപോലെ ATBSന്റെ കേസിൽ കമ്പനി നോർമലി ഈ ഒരു കമ്പനികളായിട്ട് നോർമലി ലോങ് ടേം സപ്ലൈ കോൺട്രാക്ട്സിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം കമ്പനിയുടെ അനാലിസിസിൽ നിന്ന് ഈ ഒരു ഇൻഡസ്ട്രിയുടെ വാല്യൂ ചെയിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? പക്ഷേ നിങ്ങൾക്കറിയാമോ ആരാണ് IBB പ്രൊഡക്ഷനിലെ സെക്കൻഡ് പ്ലെയർ എന്ന്? അപ്പം നിങ്ങളിപ്പോൾ പറയും അതിപ്പോൾ ലോകത്ത് ഇപ്പോൾ ഏതൊരു കമ്പനിയിൽ വേണമെങ്കിലും ആകാമല്ലോ അതൊന്ന് അല്ലേ? അപ്പം നമ്മൾ കുറച്ച് സിമ്പിളായിട്ട് പറയാം, സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയറും ഒരു ഇന്ത്യൻ കമ്പനി തന്നെയാണ്. അപ്പം ഈ ഒരു കമ്പനിയാണ് IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. അപ്പോൾ IBB മാനുഫാക്ചറിൽ ഗ്ലോബലി കമ്പനിക്ക് 30% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഓൾമോസ്റ്റ് 90 മുതൽ 95% ഗ്ലോബൽ മാർക്കറ്റ് 2 കമ്പനികൾക്ക് മാത്രമാണ് ഉള്ളത്. അത് 2 കമ്പനികളാണ് കവർ ചെയ്യുന്നത്. അതായത് ഈ 2 കമ്പനികൾ ഗ്ലോബലി IBB മാർക്കറ്റിൽ ഡ്യൂഓപോളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു കമ്പനിയുടെ റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അറിയണ്ടേ? ഇപ്പോൾ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്, ഗ്ലോബലി സ്പ്രെഡായി കിടക്കുന്ന ഒരു ബിസിനസ്സാണ്, വെൽത്ത്, ഫെയിം എല്ലാം ഉണ്ട്. ശരിയല്ലേ? ശരിയല്ല. അപ്പോൾ വിനാറ്റി ഓർഗാനിക്സിൻ്റെ ചലഞ്ചസ് അതുപോലെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ അനുസരിച്ച് പുതിയ പ്രൊഡക്ട്സിലേക്ക് എൻട്രി എടുക്കുന്നത് ശരിയാണ്. കാരണം ഒരു കമ്പനി ഇത്രയും വലിയൊരു മാർക്കറ്റ് ഷെയർ ബിസിനസ്സിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഏത് റേറ്റിലാണ് മാർക്കറ്റ് വളരുന്നത് എന്നറിയുന്നത് പ്രധാനമാണ്. കാരണം കമ്പനിയുടെ ഗ്രോത്ത് മാർക്കറ്റ് ഗ്രോത്തുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പം റിസർച്ച് ആൻഡ് മാർക്കറ്റ്സിൽ പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ട് പ്രകാരം ഗ്ലോബൽ IBB മാർക്കറ്റ് 2021 മുതൽ 2025 ഇടയ്ക്ക് 4.67% CAGR വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് ഫ്യൂച്ചറിൽ പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ട് പ്രകാരം 2023-ൻ്റെയും 2032-ൻ്റെ ഇടയ്ക്ക് ATBS ഇൻഡസ്ട്രി 12% CAGR വളരുമെന്നാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ വിനാറ്റി ഓർഗാനിക്സ് നല്ല റേറ്റിൽ വളരണമെങ്കിൽ അവർ പുതിയ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിലേക്ക് കയറണം. അപ്പം ഇത് കമ്പനിയുടെ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പനിയുടെ പ്രൊഡക്ട്സ് നീഷ് കെമിക്കൽസിലേക്ക് മാത്രമാണ് കയറുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സിലേക്ക്. അപ്പം ഇതൊരു നല്ല കാര്യമാണ്. പക്ഷേ ചിലപ്പം ഇങ്ങനെയുള്ള കെമിക്കൽസിലേക്ക് നല്ല ടെക്നോളജി വെച്ച് കയറണമെങ്കിൽ ടൈം എടുക്കും. അപ്പം അവരുടെ ATBS ബിസിനസ്സിലേക്ക് സംഭവിച്ചതുപോലെ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 ഇയർ ഓൺ ഇയർ സെയിൽസ് 290.2% വളർന്നിട്ടുണ്ട്. അപ്പോൾ അതേസമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 36.78%. അപ്പോൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 21%. ഇത് ഫൈനാൻഷ്യൽ 2022 27%. പക്ഷേ കമ്പനിയുടെ മാർജിൻ ഫൈനാൻഷ്യൽ 2020 അതുപോലെ 2021 അറൌണ്ട് 40%. മാർജിനിലെ ഡീഗ്രോത്ത് മെയിൻലി റോ മെറ്റീരിയൽ പ്രൈസ് കൂടിയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഹൈ മാർജിൻ പ്രൊഡക്റ്റ് ATBSന്റെ ലോവർ സെയിൽസും. അപ്പോൾ റീസെന്റ് ക്വാർട്ടേഴ്സിൽ വിനാറ്റി ഓർഗാനിക്സിന്റെ സെയിൽസ് മ്യൂട്ടഡ് ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട്സിൽ കമ്പനിയുടെ സെയിൽസ് ഇയർ ഓൺ ഇയർ ബേസിൽ 3.6% മാത്രമേ വളർന്നിട്ടുള്ളൂ. അപ്പം ഇത് മാത്രമല്ല, കമ്പനിയുടെ മാർജിനിലും ഒരു വീഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റീസൺ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മോശം സെയിൽസ് ഗ്രോത്ത് അതുപോലെ തന്നെ മാർജിൻ ചുരുങ്ങിയത് കൊണ്ടൊക്കെയാണ്. അപ്പം വിനാറ്റിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർച്ച് 2023 ക്വാർട്ടർ എൻഡിൽ താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം Q4 പെർഫോമൻസും മോശമാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ATBSന്റെ ഡിമാൻഡ് വീക്ക് ആയതുകൊണ്ടാണ്. എന്നാലും ATBS പ്ലാന്റ് സ്റ്റിൽ 90% കപ്പാസിറ്റി യൂട്ടിലൈസേഷനാണ് ഓടുന്നത്. പക്ഷേ ഡിമാൻഡ് മോശമായത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കമ്പനി നോക്കുന്ന കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ സ്പീഡ് കുറയാം. നിങ്ങൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കമ്പനി ഡെറ്റ് ഫ്രീ ആണ്. അപ്പോൾ അതൊരു സ്ട്രോങ് റിസ്ക് പ്രൊഫൈലാണ് കാണിക്കുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 കമ്പനി വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് അതുപോലെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് കമ്പനി അവരുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയും ഇംപ്രസീവ് ആണ്. അപ്പോൾ വിനാറ്റി തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് നോക്കുകയാണെങ്കിൽ ROCE 30%-ലധികം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ROC ഫൈനാൻഷ്യൽ 2021 അതുപോലെ തന്നെ 2022 30%-ൽ താഴെയായിരുന്നു. പക്ഷേ 2023 ROCE വീണ്ടും ഇമ്പ്രൂവ് ആയി 30%-ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ROC അതായത് റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയാണ്. അതുപോലെ തന്നെ ആ ഒരു എഫിഷ്യൻസി മെഷർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. അതുപോലെ തന്നെ ROC കാണിക്കുന്നത് കമ്പനി അവരുടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്ര പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. സോ ഈ ഒരു നമ്പർ കൂടുന്നതാണ് എപ്പോഴും നല്ലതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ സ്റ്റോക്ക് പെർഫോമൻസ് നോക്കാം. അപ്പം ഷെയർ മാർക്കറ്റിൽ കമ്പനി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലിസ്റ്റിംഗ് തൊട്ട് നമ്മൾ നോക്കുകയാണ്, അതായത് 2009 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് 12,165% കയറിയിട്ടുണ്ട്.
അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ വിനാറ്റി ഓൾമോസ്റ്റ് 300% റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇൻപുട്ട് കോസ്റ്റ് മെഷർ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കാരണം കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 13% താഴേക്ക് പോയിട്ടുമുണ്ട്. മാക്രോ ഫാക്ടേഴ്സും ഉണ്ട്. കാരണം കമ്പനിയുടെ മെജോറിറ്റി റവന്യൂ എക്സ്പോർട്സിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇൻഫ്ലേഷൻ കാരണം വോളറ്റൈലാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സിൽ ബാങ്കിങ് ക്രൈസും. ഇനി നമുക്ക് കമ്പനീനെ ആ ഒരു ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് അതുപോലെ തന്നെ IBB മാർക്കറ്റിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയർ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ വാല്യൂഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വിനാറ്റി ഓർഗാനിക്സിൻ്റെ ഷെയർ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് IOL കെമിക്കൽസിനേക്കാളും കൂടുതലായിരുന്നു. എന്നാലും ROE IOL കെമിക്കൽസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെൽത്തിയാണ്. പക്ഷേ സ്റ്റോക്ക് പെർഫോമൻസിൻ്റെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ 5 വർഷം പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ IOL കെമിക്കൽസ് വിനാറ്റി ഓർഗാനിക്സിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് റേഷ്യോസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റേഷ്യോസ് നമുക്ക് പറഞ്ഞു തരും കമ്പനിക്ക് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്യാഷ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഈ ഒരു റേഷ്യോ ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ടു എബിറ്റ. സോ ഈ ഒരു റേഷ്യോ 1ൽ കുറവാണെങ്കിൽ കമ്പനിക്ക് അവരുടെ പ്രോഫിറ്റ് ക്യാഷ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പം നിലവിൽ ഈ ഒരു നമ്പർ 1ൽ താഴെയാണ് 2 കമ്പനിക്കും ഉള്ളത്. എന്നാലും വിനാറ്റി ഓർഗാനിക്സ് IOLനേക്കാളും ബെറ്റർ ആണ്. സോ ഇതായിരുന്നു വിനാറ്റി ഓർഗാനിക്സിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ്. സോ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ട്രോങ് ഗ്ലോബൽ ലീഡർ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ ഫീഡ്ബാക്സ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നമുക്കിതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.